വെൽക്കം ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, മറക്കരുത്. നമ്മൾ വാൻറ്റേജിൽ ഇപ്പോൾ നമ്മൾ കോപ്പി ട്രേഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. കോപ്പി ട്രേഡിങ് നമ്മൾ എന്താണ് എക്സ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അത് എക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് വാൻറ്റേജിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിസ്കവർ, കണ്ടോ, ഡിസ്കവർ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് എൻ്റെ ഒരു പഴയ അക്കൗണ്ടാണ്, എൻ്റെ അല്ല, നമ്മുടെ ഫാമിലിയിലൊരു മെമ്പറിൻ്റെ. ഓക്കെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തും. അതിനുശേഷം ഇവിടെ കണ്ടോ സെർച്ച് ബട്ടൺ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് മായാവി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. കണ്ടോ മായാവി CT7 വന്നു. ഓക്കെ, ഇവിടെ കോപ്പി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓപ്പണായി കോപ്പി അക്കൗണ്ട് പറയും, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ട് ആണെങ്കിൽ സെൻഡ് അക്കൗണ്ട്, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇത് കറൻസി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഐ ഹാവ് റീഡ്. ഓക്കെ, ഇത് കഴിക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് വെരിഫൈ ചെയ്യാത്ത അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, നിങ്ങളത് കംപ്ലീറ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെ സിമ്പിളായി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. കോപ്പിയറിൽ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളോട് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ പറയുക കോപ്പി ട്രേഡിങ്ങിൽ പോവുക, ഡിസ്കവറി പോവുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മായാവി എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ ഈ വീഡിയോ ഒന്ന് കാണുക. ഇത് നേരത്തെ ചെയ്തു വെച്ചൊരു വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോപ്പി ട്രേഡിങ്ങിൻ്റെ അവിടെ പോയി, അവിടുന്ന് നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ മായാവി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, CT7 ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് വരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരും. ഇവിടെ നിങ്ങൾക്ക് ലീവറേജ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ആ ഒരു കേട്ടോ 00 എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ എമൗണ്ട് വരും കേട്ടോ, എമൗണ്ട് വരും. ഇത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എമൗണ്ട് വരും. ആ എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ളതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര % നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് 95% എന്നുള്ളത് നിങ്ങളാക്കണം. കാരണം വെച്ചാൽ നമുക്ക് ട്രേഡ് എടുക്കാനും കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും 65% ആ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പ്രശ്നമാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, നമ്മൾ ഇതിലേക്ക് കോപ്പി ആയിക്കോളും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, അധികമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ അക്കൗണ്ട് അതിന് നമ്മുടെ അണ്ടറിലാണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും അണ്ടറിലായിരുന്നു ഏതായാലും ശരി, നിങ്ങൾക്ക് വാൻറ്റേജിൻ്റെ ഒരു അക്കൗണ്ട് വേണമെന്നുള്ളൂ. ജസ്റ്റ് കോപ്പി ട്രേഡിങ് പോവുക, ഡിസ്കവറി പോവുക, ഇവിടെ പോവുക. ജസ്റ്റ് ഇതാണ് നമ്മുടെ മായാവി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, ഒന്ന് സെർച്ചിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, ഇവിടെ കോപ്പി കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് ഓപ്പൺ കോപ്പി അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇതാക്കും. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ബാക്കിയുള്ള ഞാൻ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. പിന്നെയും കോപ്പി ട്രേഡിങ്ങിൽ ഇവിടെ പോവുക, ഡിസ്കവറി കൊടുക്കുക. അതിനുശേഷം മായാവി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തിട്ട് കോപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് കോപ്പി ആയിക്കോളും. അപ്പോൾ നമ്മുടെ കോപ്പി ട്രേഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് നിങ്ങളുടെ ആ അക്കൗണ്ട് വന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, വാൻറ്റേജിൻ്റെ കോപ്പി ട്രേഡിങ് സമയമെടുക്കും. ഓക്കെ, ഫസ്റ്റ് എക്സാമിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമിൻ്റെ ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാൻറ്റേജിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ.